എനിക്ക് ഇഷ്ടം പോലെ അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടില്ലേ? തീർച്ചയായും. ശരിക്കും അത് ഈ മെഡിക്കൽ ഫീൽഡിൽ കൂടെ വന്നതിന്റെ ചെയ്തതിന്റെ ഒക്കെ ആണോ കിട്ടിയത്? ലിനി ശരിക്കും ഒരിക്കലും നേഴ്സിംഗ് ഫീൽഡിലേക്ക് വരുന്ന ഉദ്ദേശിച്ചിട്ട് ആളായിരുന്നില്ല. കാരണം +2 കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ മേലെയാണ് നേഴ്സിങ്ങിലേക്ക് പോകുന്നത്. അതെ. കാരണം ചെറുപ്പത്തിലൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞത് ചെറുപ്പത്തിലൊക്കെ അവൾക്കൊരു എന്ന് പറഞ്ഞാൽ പോലീസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വക്കീൽ അവർ കാരണം ഒരു ആൺകുട്ടി എന്നുള്ള രീതിയിലാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. കാരണം ഇവർ 3 പെൺകുട്ടികളാണ്. അല്ല, രണ്ടാമത്തെ കുട്ടിയാണ്. അപ്പം എന്നും ആ ഒരു വീട്ടിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് പേടിയുണ്ടെങ്കിലും ഇപ്പം അച്ഛൻ നേരത്തെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആൺകുട്ടി എന്നുള്ള രീതിയിലാണ് ലിനി എന്നുണ്ടായത്. ആൾക്കാരായിട്ട് സംസാരിക്കാനും ആ ഒരു പേടിയില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. മറ്റേ രണ്ടുപേരും ഒതുങ്ങിയതാണ്. അതെ അതെ, തീർച്ചയായും. അപ്പം അത് ആ ലൈഫിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇതാണ് ശരിക്കും ഇപ്പോൾ അങ്ങനെ ആ രീതിയിലാണ്. ഇപ്പം നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടില്ലേ ലിനി? അതെ, ഇപ്പോൾ നാഷണൽ അവാർഡ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് പ്രസിഡന്റിൻ്റെ അത് അവാർഡ് പ്രഖ്യാപിച്ചു. പക്ഷെ അത് നമ്മൾ പ്രസിഡന്റ് സമയം ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവാർഡ് കയ്യിൽ കിട്ടി. ഫ്ലോറൻസ് നൈറ്റിംഗേൽ തന്നെ നമ്മളൊക്കെ അത് ആ ബെഡ് ടൈം സ്റ്റോറീസ് കേൾക്കുന്ന ഒരു കഥയല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെയൊക്കെ അനുഭവത്തിൽ ശരിക്കും ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേൽ തന്നെയാണ് ലിനി. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് മോനെ ഗവൺമെന്റിന്റെ വശത്തു നിന്നുള്ള സപ്പോർട്ട് എന്തോരായിരുന്നു? അതെ, ഗവൺമെൻറ് ശരിക്കും അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എല്ലാ ആൾക്കാരും ഈവൻ പ്രത്യേകിച്ച് ശൈല ടീച്ചറും മന്ത്രി ഞാൻ അതുവരെ ഒക്കെ ഗൾഫിലുള്ള സമയത്ത് ശൈല ടീച്ചറുടെ കാര്യങ്ങളൊക്കെ ഇപ്പം ഫേസ്ബുക്കിലും കാര്യമൊക്കെ അറിയുന്ന സമയത്ത് നമ്മളൊക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ളവരാണ് എത്ര പവർഫുള്ളായിട്ടുള്ള ഒരാളാണെന്നൊക്കെ. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അവർ ശരിക്കും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ടാണ് ശരിക്കും എന്നൊക്കെ വിളിച്ചിട്ട് അധിക സമയത്ത് മോനെ എന്തൊക്കെയാണ് വീട്ടിലെ സ്ഥിതി കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. ഇപ്പം മക്കൾക്കാണെങ്കിലും എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ ശരിക്കും നമുക്ക് വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നും. പിന്നെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ആ കെയറിങ്ങും പാമ്പറിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? ശരിയാണ്, ടീച്ചറമ്മ അങ്ങനെയാണ്. ടീച്ചറമ്മയുടെ ബേസിക്കലി ക്യാരക്ടർ അതാണ് അല്ലേ? പിന്നെ ലിനിയുടെ പേരിൽ ഒരു സ്മാരകം ചെയ്യുന്നില്ലേ? ലിനിയുടെ പേരിൽ ഇപ്പം പേരാമ്പ്ര ഹോസ്പിറ്റലിൽ ഒരു ലേഡീസ് വാർഡ് ലിനിയുടെ പേരിൽ തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗവൺമെൻറ് ലിനിയുടെ പേരിലാണ് അവാർഡ് കൊടുക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ബെസ്റ്റ് നഴ്സസിന് അവാർഡ് കൊടുക്കുന്നത് ലിനിയുടെ പേരിലാണ്. പിന്നെ ഒരുപാട് സ്ഥലത്ത് പലപ്പോഴും പല സ്ഥലത്ത് നമ്മൾ ഒരിക്കലും എത്തിപ്പെടാത്ത അവിടെയൊക്കെ ലിനിയുടെ ഫോട്ടോവും ലിനിയുടെ പേരിലും പ്രോഗ്രാമൊക്കെ നടത്തുന്നതൊക്കെ പല ആൾക്കാരും വിളിച്ചിട്ടും ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന സമയത്ത് അവരൊക്കെ എത്രമാത്രം ആ ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അത് ഏത് മലയാളികൾക്കാ പറ്റാത്ത? ആർക്കും പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ മനുഷ്യത്വം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. അസുര ജന്മം എന്നൊക്കെ പറയേണ്ടി വരും. ലിനിയെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആരെ മനസ്സിലാക്കാൻ ഇനി ഒരു മലയാളികൾക്കും പറ്റില്ല, ഒരു മനുഷ്യജന്മത്തിലുള്ള ഒരു മനുഷ്യനും പറ്റില്ല. സത്യം. ലിനി നല്ല പാചകമൊക്കെ ചെയ്യുക? തീർച്ചയായും. അത് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ശരിക്കും സിറ്റിയിലായിരുന്നു, വടകര എന്നുള്ളത് അവിടെയായിരുന്നു. ലിനിയുടെ വീട് ഒരു മലയോര മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും കല്യാണം കഴിച്ചതിന് ശേഷം അവിടെ പോകുന്ന സമയത്ത് ഈ ബീഫും കപ്പയൊക്കെ അത് ലിനിയുടെ സ്പെഷ്യലുമായിരുന്നു. കുറേയൊക്കെ പാചകങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ചുണ്ടാകുന്ന സമയത്ത് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഗൾഫിലേക്ക് പോയ സമയത്ത് വിളിച്ചു ചോദിക്കും ഫോണിൽ കൂടി തന്നെ ഇന്ന് എങ്ങനെയാണ് വെക്കേണ്ടതൊക്കെ. ഓ അത് ശരി. എന്നതാ കൊച്ചിന് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ? ഇഷ്ടം പറഞ്ഞു കൊടുക്കൂ. ഒന്നും ഇഷ്ടമല്ല, കഞ്ഞി കുടിക്കാനാ ഇഷ്ടം കൊച്ചിന്. ആണോടാ? അയ്യോ, ഈ കുഞ്ഞിന് വർത്താനം പറയാൻ അറിയാൻ മേലേട്ടോ. ആന്നാ, എന്നാ ഇപ്പൊ ഒരു കാര്യം ചെയ്യാമേ, ആന്റി ഒരു ഇച്ചിരി ഒരു കുഞ്ഞു ഫുഡ് തരട്ടെ, കൊച്ചു കഴിക്കാവോ? ആരുടെ ഇപ്പൊ മക്കളുടെ അമ്മയുണ്ട്, ലിനിയുടെ അമ്മ. ഞാനിപ്പോൾ ലിനിയുടെ വീട്ടിൽ തന്നെയാണ്. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ? അമ്മയുള്ളത്. പിന്നെ ഇപ്പോൾ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മക്കളും ഉണ്ട്. അപ്പൊ പിള്ളേർക്കും ഒരു നേരം പോവല്ലോ അല്ലേ? അതെ അതെ.
അയ്യോ അത് വലിയൊരു അനുഗ്രഹം കേട്ടോ. ശരിക്കും കളിക്കാനും ഒക്കെ ആയിട്ട് ഒറ്റപ്പെടുകയല്ലോ കുഞ്ഞുങ്ങള്. അതാ ഏറ്റവും നല്ല അമ്മമാർ. ലിനിയുടെ അമ്മയും കൂടെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ നല്ലോണം എന്താ പറയാ, മകളുടെ മക്കളല്ലേ എത്രയായാലും. പെട്ടെന്ന് ഒരു മാറ്റം വേണ്ടെന്നുള്ള ഞാൻ അവിടെ തന്നെ ആയിരുന്നോ കല്യാണം കഴിഞ്ഞിട്ട്? മക്കളൊക്കെ അവിടെയാണോ വളർന്നത്? അതോ നിങ്ങൾ പ്രത്യേകമായിരുന്നു? അവിടെ ആയിരുന്നു. ലിനി വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അവിടുത്തെ സ്കൂളിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം എന്തായാലും ഇനി മരിച്ചതിന് ശേഷം എന്തായാലും ഇവരെ അവിടുന്ന് കൊണ്ടുപോകേണ്ട, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ അവിടെ താമസിക്കും. അതല്ല, അല്ലെങ്കിൽ സതീശ് ഞാൻ പറയുന്ന മക്കളല്ലേ, കുഞ്ഞു മക്കളല്ലേ. അപ്പൊ അവർ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരുടെ ഒക്കെ കളിച്ച് നടക്കുമ്പോഴത്തേനില്ലേ അവർക്ക് ആ വിഷമം പെട്ടെന്ന് ഉള്ളിൽ വരികയില്ല. പിന്നെ അവരവരുടേതായ ഒരു ലോകത്തായിരിക്കുമല്ലോ. പിന്നെ അച്ഛൻ ഏത് നേരവും അടുത്തോണ്ട്, പിന്നെ വിഷമമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞും കൊടുക്കാം. നല്ല കാര്യമാണ്. ലിനിയുടെ ഫാമിലിയില് മൂന്ന് പെൺകുട്ടികളാണ്. അമ്മ മൂത്ത ചേച്ചി എന്നാ എടുക്കുക? മൂത്ത ചേച്ചി കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം അവിടെ തന്നെ, പേരാമ്പ്രക്കടുത്ത് കുറ്റ്യാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. ഇത് തീരെ ഉൾപ്രദേശാണോ? പേരാമ്പ്ര എന്ന് പറയുന്ന ഒരു ടൗൺ തന്നെയാണ്. പേരാമ്പ്ര എന്ന്, പക്ഷേ ലിനിയുടെ വീട് കുറച്ച് ഉള്ളിലേക്കാണ്, ഒരു 20 കിലോമീറ്റർ. രണ്ടാമത്തെ പ്രാവശ്യം നിപ്പ വന്നപ്പോഴൊക്കെ നമ്മളൊരു എന്നാ പറയാ, ഒരു എന്താ പറയാ, എല്ലാവർക്കും ഒരു ഇതൊക്കെ ഇത് കൊടുത്തില്ലേ, അവയർനെസ് കൊടുത്തില്ലായിരുന്നോ? അപ്പൊ ആ സമയത്തൊക്കെ ഈ സതീഷും ഇറങ്ങി എല്ലാവരും. തീർച്ചയായും ഞാനും ആ സമയത്തൊക്കെ ഇതിലൊക്കെ ഫേസ്ബുക്കിലാണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഒരു പേടി എന്നുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടി. അതെ. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ അത് ഇപ്പോ ഒരാൾക്ക് വന്നു, അത് തീർച്ചയായും അത് ഒഴിവായി. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജന്മത്തിൽ ഈ ഒന്നിനെ മാത്രമേ ഭയമുള്ളൂ എല്ലാവർക്കും, അല്ലേ? പേടി എന്നുള്ളത് നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ലൈഫിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിൽ എത്രയോ അധികമായിരുന്നു. ചിലപ്പം ചേച്ചിക്ക് ഇപ്പോൾ ഈ ഇവിടെ ഇരുന്ന സമയത്ത് കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ പേരാമ്പ്രേൻ്റെ ആ ഒരു അന്നത്തെ ആ ഒരു മൂഡ് ശരിക്കും മനസ്സിലാവില്ല. അത്രമാത്രം ശരിക്കും എനിക്ക് തോന്നുന്നു പേരാമ്പ്രക്കാരൊന്നും ഒരിക്കലും അന്നത്തെ ദിവസങ്ങൾ മറക്കില്ല. കാരണം ഒരുപാട് ഒറ്റപ്പെടുത്തലും ഒരുപാട് പേടിയുള്ളതുകൊണ്ട് തന്നെ. പേടിയാണ് മോനെ, ഇത് തന്നെ ഒരു ഭയമാണ്. ഇല്ലെന്ന് ഒരിക്കലും അറിയില്ലേ. ഇപ്പൊ നമ്മുടെ അറിവുള്ള ഏതൊരു മനുഷ്യജന്മത്തിനും ഭയമില്ലേ? തീർച്ചയായും ഉണ്ട്. ആരിനി എത്ര അടുത്തതാണെന്ന് പറഞ്ഞാലും നമുക്കൊരു ഭയം ഒരു സാധനം ഉള്ളിടത്തോളം കാലം ഈ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചേ നമുക്ക് എല്ലാവരോടും വരുവുള്ളൂ. പക്ഷെ രണ്ടാമത് വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അല്ലേ അവിടുത്തെ അവസ്ഥ? ആദ്യത്തെ പിന്നെ ആദ്യമായിട്ട് വരുമ്പോ എന്താ ഏതാന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ആദ്യത്തെ വന്നതുകൊണ്ട് ആ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഈ വൈറസിന് അഗെയിൻസ്റ്റ് പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമുക്കറിയാലോ, വാക്സിനേഷൻ ഇല്ലേ വരാതിരിക്കാൻ വേണ്ടി? വാക്സിനേഷൻ അല്ല, വന്നതിന് ശേഷം ചെയ്യാനുള്ള ഇതുണ്ട്, എല്ലാം ഉണ്ട്. പ്രോട്ടോകോൾ എല്ലാം നമുക്കറിയാം, എങ്ങനെയൊക്കെ അത് ചെയ്യണം. ആ ഇൻക്യുബേഷൻ പീരീഡിൽ ആൾക്കാരെ ട്രാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സതീഷ് ഇപ്പോൾ വെൽ സ്റ്റഡീഡ് ആണ്. തീർച്ചയായും. കാരണം അന്നത്തെ ആ ഒരു ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ ശൈലജ ടീച്ചറാണെങ്കിലും അതിൻ്റെ എല്ലാ കാര്യം ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അവർ ഈവൻ അന്ന് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഈവൻ ഹെൽത്ത് ആണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അന്ന്. ഫോൺ ട്രാക്കിങ്ങും ആൾക്കാരെ നമ്മൾ ഏതെങ്കിലും ഒരു രോഗിക്ക് വന്നതിന് ശേഷം അവരെ ഇൻക്യുബേഷൻ പീരീഡിൽ അവരെ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ ട്രാക്ക് കോണ്ടാക്ട് ലിസ്റ്റിൽ വെച്ച് അവരൊക്കെ ഡെയിലി 1-2 പ്രാവശ്യം വിളിക്കുമായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പേ. അതൊന്നും പല ആൾക്കാർക്ക് അറിയില്ല ഇപ്പോൾ. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ശരിക്കും കോഴിക്കോട് നിന്ന് ആ നിപ്പ കളഞ്ഞത്. ഇങ്ങനത്തെ ഒരു അസുഖമൊന്നും ഒരിക്കലും ആർക്കും വരരുത്. സത്യം. ഒരു കുടുംബമൊക്കെ ചിന്നി ചെതറുക എന്ന് പറയുന്നത് ഒരു വലിയ വേദനയായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കലായിട്ട് ഞാൻ ചുമ്മാ വർത്താനം പറയുന്നു, പക്ഷെ അവനവൻ്റെ ജീവിതത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ദുഃഖം എന്ന് പറയുന്നത് വലിയൊരു ദുഃഖമാണ്. അതിന് ശരിക്കും ഞാൻ പറയട്ടെ, ഒരു ദൈവം തമ്പുരാൻ ഒരു ആശ്വാസമായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ. അതൊന്ന് മാത്രമല്ല, അമ്മയ്ക്ക് ഇനിയും ആയുസ്സും ആരോഗ്യവും മക്കളൊക്കെ ഒരുപാട് ഒരു നിലയിൽ എത്തുന്നിടം വരെ അമ്മ അവർക്കൊരു കൂട്ടായിട്ട് എപ്പോഴും കാണട്ടെ, അല്ലേ? അല്ലെങ്കിൽ ഇപ്പം ഞാനും പല സമയത്തും ഇപ്പം കുഞ്ഞുനോടാണെങ്കിലും ഒരുപാട് അവാർഡ് ഇതിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ എൻ്റെ കൂടെ അധികവും കുഞ്ഞു തന്നെ ഉണ്ടാവുക. കുഞ്ഞുനോട് ഞാൻ ചോദിക്കും, എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ നമ്മൾ വിളിക്കുന്നു അവാർഡ് തരുന്നതൊക്കെ എന്ന് ചോദിച്ച സമയത്ത് അവൻ വളരെ ഇന്നസെൻ്റ് ആയിട്ട് പറഞ്ഞു, കാരണം അമ്മ നല്ല കാര്യം ചെയ്തിട്ടല്ലേ അവരൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതെ അത്രമാത്രം. അതെ, ആ ഒരു കാര്യം ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് അവർക്കും ആ ഒരു തന്നെയാണ്. കാരണം ഇനി എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും അവർക്കറിയാം അവർ അമ്മ എന്ന് പറയുന്നത് ഒരു മാലാഖ തന്നെയാണ്. ശരിക്കും അതാവുമ്പോൾ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർക്കൊരു അഭിമാനമാണ്. അവൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ എന്നും അവൻ അഭിമാനം ഉണ്ടാവുള്ളൂ, ഇല്ലേ? അത് മക്കൾക്ക് ശരിക്കും അത്രയും
നമ്മുടെ മലയാളികൾക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ പോലെ ലിനി ഒരു മാലാഖ, ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേലാണ് ശരിക്കും. അപ്പൊ പിന്നെ മക്കളുടെ ഒരു ആലോചിച്ച് നോക്കിയേ, അവർക്ക് എന്നും ഈ പറഞ്ഞ പോലെ അമ്മ ഒരു തുണയായിട്ടുണ്ടാവുക. അതായത് ലിനിയുടെ അമ്മയ്ക്കും ഇതേപോലെ ആയുസ്സും ആരോഗ്യവും ഒരുപാട് ഭഗവാൻ കൊടുക്കട്ടെ. കാര്യം മക്കൾക്ക് എപ്പോഴും കൂട്ട് വേണം, അമ്മ എപ്പോഴും വേണം. ഒരു കുഞ്ഞുങ്ങളൊരു പരുവം എത്തുന്നിടം വരെ എത്രയായാലും വേണം. തീരെ കുഞ്ഞുമോനാണെ തീരെ കുഞ്ഞ്, അവനാണെങ്കിൽ അതെ. ലിനി ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ അമ്മയുടെ അടുത്ത് തന്നെയാണ്, ലിനിയുടെ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അമ്മ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ലിനി എന്നും എന്നോട് പറഞ്ഞിട്ടുള്ളത്, അമ്മയെ ഞാൻ പോയി കഴിഞ്ഞാലും അമ്മയെ നോക്കണം എന്നുള്ള തമാശയ്ക്ക് ഒപ്പം പറയുമായിരുന്നു. അത് ഇപ്പോൾ ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ ലിനി പറഞ്ഞിട്ടുള്ള വാക്ക് ഞാനിപ്പം തുടർന്ന് വേണം. ലിനി മക്കളെയും അമ്മയും എൻ്റെ കൂടെ തന്നെയാണ് എന്നും. അത് വരട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അമ്മ എന്നും വേണം. കുട്ടികളൊരു കര പറ്റുന്നിടം വരെ അല്ലേ, അവരവരുടെ കാര്യം നോക്കുന്നിടം വരെ അമ്മ എന്നും കൂടെ ഉണ്ടാവട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യവും ഈശ്വരൻ ഒരുപാട് കൊടുക്കട്ടെ അമ്മയ്ക്ക്. അത് അമ്മമാരുണ്ടെങ്കിലുണ്ടല്ലോ, ആ ഒരു അമ്മയുടെ ഒരു വാത്സല്യം, ഒരു മാതൃത്വം എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയിൽ നിന്നും അല്ലേ ഏറ്റവും കൂടുതൽ. കാരണം എൻ്റെ കുറച്ച് മുമ്പ്, അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അമ്മ മരിക്കുന്നത്, എൻ്റെ അമ്മ. അപ്പം അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ച സമയത്ത് ലിനിയുടെ അമ്മ തന്നെയായിരുന്നു എൻ്റെ സതീഷിന്റെ അമ്മ. എനിക്ക് തോന്നുന്നു ആ അമ്മ ആ 3 മക്കളെ, പെൺകുട്ടികളെ വളർത്തിയ രീതി അങ്ങനെയാണെന്ന് തോന്നുന്നു. എല്ലാവരെയും ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും, ആരോടും അന്യതായിട്ട് കാണാൻ ശ്രമിക്കാതിരിക്കുക, ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കാതിരിക്കുക. എല്ലാവരും അവനവൻ്റെ മക്കളായിട്ട് കാണാനല്ലേ ആ അമ്മ പഠിപ്പിച്ചത്. ആ അമ്മയ്ക്ക്, ആ അമ്മേനെ മാതൃകയായിട്ട് വേണം ഞങ്ങളിപ്പോഴത്തെ എല്ലാ അമ്മമാരും മക്കളെ വളർത്താൻ. അതല്ലേ ഏറ്റവും നല്ലത്. ഈ കാലത്ത് മനുഷ്യത്വം എന്നൊരു സാധനമാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യം. എല്ലാ അമ്മമാരും അത് കണ്ടുപഠിക്കട്ടെ, ആ അമ്മയെ കണ്ടുപഠിക്കട്ടെ. അല്ലാതെ എപ്രാവശ്യത്തെ പോലെ സെൽഫിഷ് ആവാൻ പഠിക്കരുത്, അല്ലേ സത്യം? മക്കളും കാണുന്നുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ദൈവം തമ്പുരാൻ ഒരു താങ്ങും തുണയുമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ. ദൈവം തമ്പുരാനോടും ഈ പറഞ്ഞ പോലെ തുണ തരുന്ന പോലെ ഞങ്ങൾ എത്തുകയില്ല, പക്ഷെ എന്നാലും ഞങ്ങളും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്നും എന്താവശ്യത്തിനും ഞങ്ങളും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഒറ്റപ്പെട്ടു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്താവശ്യത്തിനുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം. താങ്ക് യു കുഞ്ഞാ, താങ്ക് യു പറയൂ. കുഞ്ഞാടെ വിശേഷം പറഞ്ഞേ. ചെറിയ മോൻ്റെ പേരെന്നാ? സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് എന്നൊക്കെ പറയും കൊച്ച്? എന്തെങ്കിലും പറയും. എന്ത് പറയോ? സിദ്ധയുടെ വിശേഷം പറഞ്ഞേ. ഞങ്ങൾക്ക് സിദ്ധയൊക്കെ നിങ്ങൾ ആരും കണ്ടില്ലല്ലോ ഇവിടെ. സിദ്ധാർത്ഥിന് ഇങ്ങനെ കുഞ്ഞ് പെറ്റ് നെയിം ഉണ്ടോ? ഇപ്പൊ തന്നെ കുഞ്ഞാന്ന് വിളിക്കുന്ന പോലെ ആ മോൻ എന്നാ പേര്? സിദ്ധുവിനെ വിളിക്കും. സിദ്ധു എന്നാ വിളിക്ക? ആണോ? ചട്ടമ്പിയാണോ സിദ്ധു? ചേട്ടനെ തല്ലുവോ? ചേട്ടൻ തിരിച്ചു തല്ലുവോ? പാവാ സിദ്ധു അല്ലേ? ഒത്തിരി ഇഷ്ടാണോ സിദ്ധുവിനെ? സിദ്ധുവിന് ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുവോ കൊച്ച്? ആവില്ലേ? വാരി കൊടുക്കുവോ സിദ്ധുവിന്? ഒറ്റയ്ക്ക് കഴിക്കും? ഒയ്യോ, മിടുക്കനാണല്ലോ സിദ്ധു. ഞാൻ വിചാരിച്ചു സിദ്ധു കുഞ്ഞു വെച്ചല്ലേ, അപ്പൊ അനിയൻ ഇങ്ങനെ വാരിയൊക്കെ കൊടുക്കുമായിരിക്കും. സിദ്ധുവിനോട് ഞങ്ങളുടെ അന്വേഷണം പറയോ? എല്ലാവരും അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു. സ്കൂൾ ഫ്രണ്ട്സിനോടൊക്കെ ഹലോ പറയോ? ഞങ്ങളുടെ എല്ലാവരോടും പറയണേ. അനിയൻറ്റി ഹലോ പറഞ്ഞു എന്ന് പറയണം കേട്ടോ. ഓക്കെ, കൊച്ചിനി വരണേ ഇവിടെ അച്ഛയെ കൂട്ടിയിട്ട്. ഓക്കെ.